അവരുടെ ആവശ്യങ്ങളോ അവരുടെ എക്സ്പെക്റ്റേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് തയ്യാറെടുപ്പ് നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട്. ഈ ഒരു 3 ദിവസത്തെ എക്സിബിഷൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ബഹുമാനമുള്ള അക്കോളം നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് ശ്രീ M. വിൻസെൻ്റ് അവരിലാണ്. 26-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് അതിൻ്റെ ഇനോഗ്രേഷൻ നടക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങാണ്. സർവകലാശാല വൈസ് ചാൻസലർ G. അശോക് IAS ആണ് മുഖ്യാതിഥിയായി. മേഖലയിലുള്ള കൃഷി എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സെമിനാറാണ്. അർബൻ അല്ലെങ്കിൽ ഹെവി അർബൻ പ്രദേശങ്ങളിലെ കൃഷി അവരുടെ സുസ്ഥിരത അത് എങ്ങനെ വ്യക്തമാക്കാൻ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സെമിനാറാണ്. അപ്പോൾ നമ്മുടെ ഈ മേഖലയിൽ 3ാമത്തെ സെമിനാറാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, മാർച്ചിലാണ് ഇത്തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര സെമിനാർ നടത്തിയത്. അന്ന് നമ്മുടെ മുഖ്യ അതിഥി ആയിരുന്നത് ഡോക്ടർ നിഖ്യ റാവു ആയിരുന്നു. UK മാഡം എത്തിയത്. അപ്പോൾ അന്നത്തെ സെമിനാറിൻ്റെ നടന്ന ഒരു ചർച്ചയുടെ അനുബന്ധമായിട്ടായിരുന്നു നമ്മൾ കേരള കാർഷിക സർവകലാശാലയിൽ ഈ മാസ്റ്റേഴ്സ് ഇൻ അർബൻ അഗ്രികൾച്ചർ കോഴ്സ് തുടങ്ങുന്നതുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായി. അപ്പോൾ ഡോക്ടർ നിഖ്യ റാവു നമ്മുടെ ലോകത്തെ 2-3 യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഈ മാസ്റ്റേഴ്സ് ഇൻ അർബൻ അഗ്രികൾച്ചർ നടത്തുന്നുള്ളൂ. അതിലൊരു യൂണിവേഴ്സിറ്റിയാണ് നോർവീജിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫ് സയൻസ്, നോർവേ. അപ്പോൾ അവിടുത്തെ മാസ്റ്റേഴ്സ് ഇൻ അർബൻ അഗ്രികൾച്ചറിൻ്റെ ചെയറായ പ്രൊഫസർ ഫൈനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നതായി. അപ്പോൾ കേരള കാർഷിക സർവകലാശാലയിൽ ഈ നോർവീജിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫ് സയൻസിൽ ഭാവിയിൽ ഈ മാസ്റ്റേഴ്സ് ഇൻ അർബൻ അഗ്രികൾച്ചറിൽ മാത്രമല്ല മറ്റ് എല്ലാ മേഖലകളിലും കൊളാബറേറ്റീവ് എഫേർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെമിനാറിന് തുടക്കം കിട്ടിയത്. അതുകൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റൂറൽ ഏരിയ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. നമ്മളെല്ലാവരും അർബൻ അല്ലെങ്കിൽ പെരി അർബൻ നഗരവും നഗര പ്രാന്തപ്രദേശങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. റൂറൽ എന്ന് പറയുന്നത് ഒരു സ്ഥിതി നോർത്ത് ഇന്ത്യയിലുണ്ട്, പക്ഷേ കേരളത്തിൽ അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് എത്തിയില്ല. അപ്പോൾ നമ്മുടെ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സുസ്ഥിരത നമുക്ക് തീർച്ചയായിട്ടും നിലനിർത്തേണ്ടതുണ്ട്. അത് നിങ്ങൾക്കറിയാം, പ്രധാനപ്പെട്ട നമുക്ക് നേരിടുന്ന പ്രശ്നം ക്ലൈമറ്റ് ചേഞ്ചാണ്, കാലാവസ്ഥാ വ്യതിയാനമാണ്. അപ്പോൾ നമ്മൾ നഗരത്തിൽ കൃഷി ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ പോയി കൃഷി മാത്രമല്ല മറ്റ് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ പറയാം. അതുകൂടാതെ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷ, ലഭ്യത എങ്ങനെ ഉറപ്പാക്കാം എന്നിവയ്ക്കാണ് നമുക്ക് അതിലെന്ത് പോളിസിയാണ് നമ്മുടെ പോളിസി മേക്കേഴ്സ് സ്വീകരിക്കേണ്ടത്, എന്ത് നയ രൂപീകരണമാണ് നമുക്ക് വേണ്ടത് എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് നമ്മൾ ഈ സെമിനാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. 2 ദിവസമാണ്. മുഖ്യാതിഥി നേരത്തെ പറഞ്ഞു നോർവീജിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫ് സയൻസിലെ പ്രൊഫസർ ഫൈനാണ് മുഖ്യാതിഥി. പിന്നെ ഈ സെമിനാറിന് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ കൂടെ 2 പുറത്തുനിന്നുള്ള ഓർഗനൈസേഷൻസും നമുക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, പിന്നെ തിരുവനന്തപുരത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു NGO ആയ അച്യുതൻ മേനോൻ ഫൗണ്ടേഷനാണ്. ധാരാളം ഈ സാമൂഹ്യ ഒരു സ്ഥാപനമാണ്. സോഷ്യൽ സയൻസ് ഇൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു ജേർണൽ അവർ 15 വർഷമായിട്ട് നടത്തുന്നുണ്ട്. ധാരാളം സെമിനാറുകൾ, മേഘ ഭട്ടർ ഉൾപ്പെടെയുള്ള സെമിനാറുകൾ അവർ നടത്തിയുണ്ടായി. അപ്പോൾ അവർക്ക് ഈ ഒരു വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുമായിട്ടുള്ള കൊളാബറേഷൻ വേണമെന്ന് ആവശ്യപ്പെടുകയും അവർ നല്ലൊരു സാമ്പത്തിക സഹായം നമുക്ക് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന് കഴിഞ്ഞ വർഷം നമ്മുടെ സെമിനാറുമായിട്ട് സഹകരിച്ചിരുന്നു. ഈ വർഷവും വളരെ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഹോർട്ടിക്കൾച്ചർ മേഖലയിൽ ഒരു പ്രമുഖമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഇങ്ങനെ 3 കേരള കാർഷിക സർവകലാശാല, അച്യുതൻ മേനോൻ ഫൗണ്ടേഷൻ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ നടക്കുന്ന 21 നടക്കുന്ന അന്താരാഷ്ട്ര സെമിനാർ രീതിയിൽ ഉള്ള ഒരു ചർച്ച ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത് നമുക്ക് നബാർഡ് ഫണ്ടിങ്ങോടുകൂടി ഒരു അഗ്രി ഇന്നോവേഷൻ സെൻറ്റർ, ബിസിനസ് ഐഡിയാസുമായി വരുന്ന ആൾക്കാർക്ക് ആ ഐഡിയ വലുതാക്കി
അവർക്കൊരു വലിയ പ്രോഡക്റ്റ് ആക്കി സ്റ്റാർട്ടപ്പ് ആക്കി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക സഹായവും മറ്റ് സപ്പോർട്ടുകളും ഇവിടെ നിന്ന് കാർഷിക കോളേജിൽ നിന്ന് തന്നെ കൊടുക്കത്തക്ക രീതിയിലുള്ള വ്യവസായങ്ങളും ഇതിനോടനുബന്ധിച്ച് മാസ്റ്റർ നമുക്കിവിടെ ഇനോവേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളും ബാക്കി നമ്മുടെ ഈ സംരംഭകത്വ പരിശീലനത്തിനും അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള എക്സ്പേർട്സിൻ്റെ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാ ടെക്നിക്കൽ ഹെൽപ്പിനുള്ള അവസരവും കൂടെയുള്ള ഓരോ വർഷവും MSc അല്ലെങ്കിൽ PhD കോഴ്സിന് വരുന്നത്. അവർക്കുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള സ്ഥലമാണ്, എക്സ്പെരിമെൻ്റൽ ഏരിയ ആണ്. ആ പരീക്ഷണങ്ങൾ നടത്താനുള്ള സൗകര്യമാണ്. അപ്പോൾ ഇവിടെ കുറവുള്ളത് നമ്മൾ തൊട്ടടുത്തുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ പാലാമരം, കരമന റിസർച്ച് സ്റ്റേഷൻസിലൊക്കെ പോയിട്ടാണ് വിദ്യാർത്ഥികൾ അവരുടെ ഗവേഷണ പരിശീലനങ്ങൾ നടത്തുന്നത്.